everyone. Victor's channel Plus One Computer Applications അഞ്ചാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണെന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പ്യൂട്ടേഴ്സിൽ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡേറ്റയും നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ എന്ന ആ ഒരു ഇലക്ട്രിക് ഡിവൈസ് രണ്ട് സ്റ്റേറ്റ്സിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്, ഓൺ ആൻഡ് ഓഫ്. ഈ രണ്ട് സ്റ്റേറ്റ് ഓപ്പറേഷൻ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്നാണ് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ബൈനറിയുടെ ഒരു വാക്കിൻ്റെ അർത്ഥം പഠിച്ചിരുന്നു, ടു ബൈനറി ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോഴും ബൈനറി ഫോമിൽ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ. നമ്മളൊരു കമ്പ്യൂട്ടറിനകത്ത് ഇൻറ്റേർണലി ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേറ്റ റെപ്രസെൻറ്റേഷനിൽ തന്നെ ആദ്യം നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റീജർ നമ്പേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇൻറ്റീജർ നമ്പേഴ്സും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും. Integers are whole numbers or fixed point numbers without any fractional part. ഫ്രാക്ഷണൽ പാർട്ടില്ലാത്ത ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് പോയിൻറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഓർ എ റിയൽ നമ്പർ ഇസ് എ നമ്പർ വിത്ത് എ ഫ്രാക്ഷണൽ പാർട്ട്. ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിരിക്കും. അതുപോലുള്ള രണ്ട് ഇൻറ്റീജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ആണുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ആദ്യം ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഇൻറ്റീജർ നമ്പേഴ്സ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, രണ്ടാമത്തെ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, മൂന്നാമത്തെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ഓരോ മെത്തേഡും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വേർഡ് ആൻഡ് വേർഡ് ലെങ്ത് എന്ന ടോപ്പിക്. ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ്. നമ്മൾ ബൈനറി മെത്തേഡിലാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബൈനറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ കുറച്ച് ബിറ്റ്സ് കാണാൻ സാധിക്കും. ആ ബിറ്റ്സിൻ്റെ ഫിക്സ്ഡ് സൈസ് ഉണ്ട്. ഒരു ബിറ്റ്സിൻ്റെ ഗ്രൂപ്പിനൊരു ഫിക്സ്ഡ് സൈസ് ഉണ്ട്. ആ ഫിക്സ്ഡ് സൈസ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊസസ്സർ ആയിരിക്കും. ആ ഒരു ഫിക്സ്ഡ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. എത്ര ബിറ്റ്സ് ആണോ ഒരു വേർഡിലുള്ളത് ആ ബിറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ വേർഡ് ലെങ്ത് ഓഫ് ദ വേർഡ് അളക്കുന്നത്. വേർഡ് ലെങ്ത് ഒരു കമ്പ്യൂട്ടർ ഡിസൈനറിൻ്റെ ചോയ്സ് ആണ്. ആൻഡ് ഏറ്റവും മോസ്റ്റ്ലി കോമൺലി യൂസ് ചെയ്യപ്പെടുന്ന വേർഡ് ലെങ്ത്സ് എന്ന് പറയുന്നത് 8, 16, 32, 64. ഫോർ എക്സാമ്പിൾ ഒരു വേർഡിൽ 8 ബിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു വേർഡിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ 16 വരാം, 32 വരാം, 64 വരാം. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് ആൻഡ് വേർഡ് ലെങ്ത് ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിത്ത് ദാറ്റ് നമ്മൾക്കിനി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. In this method, first bit from the left is used for representing sign of integer and remaining 7 bits are used for representing magnitude of integer. For negative integer, sign bit is 1 and for positive integer, sign bit is 0. Magnitude is represented as 7-bit binary equivalent of the integer. ഇവിടെ നമുക്ക് 8 ബിറ്റ്സ് ഉള്ള വേർഡ് ലെങ്ത് 8 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബിറ്റ് അത് ആ ഒരു ഇൻറ്റീജറിൻ്റെ സൈൻ ആയിരിക്കും കാണിക്കുന്നത്. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളൊരു സൈൻ ആയിരിക്കും കാണിക്കുന്നത്. ആ ഒരു വേർഡിലെ ഫസ്റ്റ് ബിറ്റ് മാത്രം സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ, ബാക്കിയുള്ള 7 ബിറ്റുകൾ ആ ഒരു ഇൻറ്റീജറിൻ്റെ മാഗ്നിറ്റ്യൂഡ് amount നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനായിരിക്കും. നെഗറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമ്മളുടെ ലെഫ്റ്റിലെ ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും നമ്മൾ കൊടുക്കുക നെഗറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ. അത് പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ 0 ആയിരിക്കും ബിറ്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 7 ബിറ്റുകൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഏതാണ് അവിടെ വരുന്ന നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഉണ്ട് +23. അപ്പോൾ ആദ്യം നമ്മൾ +23 എന്നുള്ളത് ബൈനറി നമ്പറിലേക്ക് മാറ്റാൻ പോവാണ്. സോ ബൈനറി നമ്പർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 23 എന്നുള്ള ആ നമ്പർ ബൈനറിയിലേക്ക് മാറ്റുകയാണ്. സോ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? നമുക്ക് കിട്ടുന്നത് 10111 എന്നായിരിക്കും. സോ ഇങ്ങനെ 10111 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 8 ബിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് 7 ബിറ്റ്സ് ആ ഒരു നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ 10111 5 നമ്പേഴ്സേ കിട്ടിയിട്ടുള്ളൂ, 2 എണ്ണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നമ്പർ എഴുതിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് 7 ബിറ്റ്സ് തികയ്ക്കാൻ വേണ്ടി 00 എന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൈൻ നോക്കുക, +23 ആണ്. സൈൻ 0 വന്നാൽ മാത്രമേ പോസിറ്റീവ് ആവുകയുള്ളൂ. സോ വിൽ ഗെറ്റ് ദാറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ 00010111 എന്നായിരിക്കും ടു ഗെറ്റ് +23. ഇതുപോലെ തന്നെ നമുക്കിനി ഒരു നെഗറ്റീവ് നമ്പർ നോക്കാം. റെപ്രസെൻ്റ് ചെയ്യേണ്ടത് -105 ആണ്. സോ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വിൽ ഗെറ്റ് 1101001 ആൻഡ് അപ്പോൾ അത് കറക്റ്റ് നമ്പർ ആയിരിക്കും. ആൻഡ് ദെൻ വി ഗോ ടു സൈൻ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 എന്നാണ് കൊടുക്കുന്നത്. സോ വിൽ ഗെറ്റ് ദാറ്റ് നമുക്ക് കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 1110101 -105 നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഇതായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 8 ബിറ്റ് വേർഡ്സ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര വേർഡ്സ് ആണ്, എത്ര നമ്പേഴ്സാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് ഒന്ന് കണ്ടുപിടിക്കാം. 2⁻8 - 1 ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കുക. 255 നമ്പേഴ്സ് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ഫ്രം -127 ടു +127 നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ഇനി 16 ബിറ്റ് വേർഡ് ആണെങ്കിൽ വിൽ ഗെറ്റ് 2⁻16 - 1 65,535 നമ്പേഴ്സ് നമുക്കത് യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. -32,767 തൊട്ട് 32,767 വേർഡ്സ് വരെ നമ്പേഴ്സ് വരെ നമുക്ക് 16 ബിറ്റ് വേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ആ ഒരു 16 എത്രയാണോ വേർഡ് ലെങ്ത് അത് നമ്മൾ എന്നുള്ളൊരു വേരിയബിളാക്കി എടുക്കുകയാണ്. സോ 2⁻n - 1 എന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എത്ര നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു ഡൗട്ട് വരാം, 0 എന്നുള്ളൊരു ഇൻറ്റീജർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? കാരണം 0 ഇസ് നീദർ പോസിറ്റീവ് നോൺ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചില സമയത്ത് നമ്മൾ 0 പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ 0000000 it like that we will write, and if it is -0 we take it as then 10000000 ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇൻറ്റീജർ ഓഫ് 0 നമുക്ക് 2 രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡിലേക്ക് കടക്കുകയാണ്, വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. In this method, first find binary equivalent of absolute value of integer and the number of digits in binary equivalent is less than 8. Provide zeros to the left to make it at 8-bit form. One's complement of binary number is obtained by replacing every 0 with 1 and every 1 with 0. Some binary numbers and the corresponding ones complement are given below. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ അഗൈൻ നമ്മൾ 8-ബിറ്റ് ഫോമാണ് എടുക്കുക. ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഡെസിമലിലായിരിക്കും. സോ വി കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബൈനറി. അത് 8 നമ്പേഴ്സ് ഇല്ലെങ്കിൽ 8 ബിറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ 0 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആഡ് ചെയ്യുക ടു മേക്ക് ഇറ്റ് 8-ബിറ്റ് ഫോം. അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബൈനറി നമ്പറിൽ 0സും 1സും ഉണ്ടാവും നമുക്കറിയാം. ആ 0s ഉള്ള പ്ലേസിലൊക്കെ 1 ആക്കുക, 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ആക്കുക. അങ്ങനെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈനറി നമ്പർ കൊടുത്തിട്ടുള്ളത് 11001 എന്നാണ്. വൺസ് കോംപ്ലിമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ 00110. ആ 1 ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ 0 എന്നാക്കി, 0 ഉള്ള സ്ഥലത്തൊക്കെ 1 എന്നാക്കി. അതിൻ്റെ അടിയിലുള്ള നമ്പർ നോക്കൂ, 10101 ആൻഡ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതുമ്പോൾ 01010 എന്നായിരിക്കും വരുന്നത്.
If the number is negative, it is represented as 1's complement of 8-bit form binary. If the number is positive, the 8-bit form of binary equivalent itself is the 1's complement representation. നമ്മൾ ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ 1's കോംപ്ലിമെൻറ്റ് ഇതുപോലെ 1ൻ്റെ പ്ലേസിൽ 0യും 0ൻ്റെ പ്ലേസിൽ 1ഉം എഴുതുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു 8-ബിറ്റ് ബൈനറി ഇക്വലൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 1's കോംപ്ലിമെൻറ്റ് അതേപോലെ തന്നെയായിരിക്കും എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നെഗറ്റീവ് നമ്പർ എടുക്കുകയാണ്, -119. അത് നമ്മൾ 1's കോംപ്ലിമെൻറ്റ് ഫോമിലേക്കാക്കി എഴുതണം. അപ്പോൾ ബൈനറി ഓഫ് 119 ഇസ് 0111011. അപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്, 1's കോംപ്ലിമെൻറ്റ് എടുക്കുകയാണ്. സോ വി റീപ്ലേസ് എവറി 0s by 1 ആൻഡ് എവറി 1s by 0. അവിടെ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വി ഹാവ് ആഡഡ് ഒരു 0 നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദെൻ നമ്മൾ കോംപ്ലിമെൻറ്റ് എടുക്കുകയാണ്. വി റീപ്ലേസ് 0s by 1 ആൻഡ് 1s by 0s. ഇനി നമ്മൾ അതേ രീതിയിൽ പോസിറ്റീവ് 119 ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ 119 ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ വിൽ ഗെറ്റ് ദിസ് നമ്പർ ആൻഡ് 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ചേഞ്ച് 0s to 1 or 1s to 0. ഇറ്റ് വിൽ ബി സെയിം ഇഫ് ഇറ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു നോട്ട് ചെയ്യേണ്ട കാര്യം, ഇൻ ദിസ് റെപ്രസെൻറ്റേഷൻ ഇഫ് ദ ഫസ്റ്റ് ബിറ്റ് ഇസ് 0 ദെൻ ദ നമ്പർ ഇസ് പോസിറ്റീവ് ആൻഡ് ദ MSB ഇസ് 1 ദെൻ ദ നമ്പർ ഇസ് നെഗറ്റീവ്. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ 0 ആണെങ്കിൽ പോസിറ്റീവാണ്, 1 ആണെങ്കിൽ നെഗറ്റീവാണ്. 8-ബിറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ഫ്രം -127 ടു +127 ആണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. 2 വഴിയിൽ 0s നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, +0 -0. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ നോക്കാം. In this method, first find binary equivalent of absolute value of integer and write it in an 8-bit form. If the number is negative, it is represented as 2's complement of 8-bit form binary. If the number of positive 8-bit form binary itself and the representation. 2's complement of binary numbers is calculated by adding 1 to its 1 complement. അപ്പോൾ നമ്മൾ 2's complement എഴുതാൻ വേണ്ടി ആദ്യം ഒരു നമ്പറിൻ്റെ 1's complement കണ്ടുപിടിക്കുകയാണ്. ആൻഡ് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ 1's കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ +1 ചേർക്കുമ്പോൾ വിൽ ഫൈൻഡ് ദ 2's കോംപ്ലിമെൻറ്റ്. ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആകും. ആൻഡ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് നമ്പേഴ്സിന് മാത്രമേ 2's കോംപ്ലിമെൻറ്റ് ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 2's കോംപ്ലിമെൻറ്റ് ഫോം അപ്ലൈ ചെയ്യുന്നില്ല. 38 നമ്മൾ 8-ബിറ്റ് ഫോമിലേക്ക് ആക്കുകയാണ്. 001001110 ആൻഡ് 2's കോംപ്ലിമെൻറ്റ് ഫോം നമ്മൾ എഴുതുമ്പോൾ 1 ആദ്യം 1 കോംപ്ലിമെൻറ്റ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. വി റീപ്ലേസ് 0s by 1 ആൻഡ് 1 by 0s. 1101100 +1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 2's കോംപ്ലിമെൻറ്റ് ഫോം ഓഫ് ആ ഒരു -38 എന്ന് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പോസിറ്റീവ് 38 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 38 നമ്മൾ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ദ സെയിം തിങ് വിൽ ബി ദ 2's കോംപ്ലിമെൻറ്റ്. സോ പോസിറ്റീവ് നമ്പേഴ്സ് ബൈനറി 1's കോംപ്ലിമെൻറ്റ് 2's കോംപ്ലിമെൻറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും, നോ ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സിന് 0യും ലെഫ്റ്റ് ഫസ്റ്റ് ബിറ്റ് പോസിറ്റീവ് നമ്പേഴ്സിന് 0യും നെഗറ്റീവ് നമ്പേഴ്സിന് 1ഉം ആയിരിക്കും. 0 has only one way of representation and is 0000000. ഇതുപോലെ ആയിരിക്കും നമ്മൾ 0 എന്ന ഇൻറ്റീജർ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് അഗൈൻ 8-ബിറ്റ് വേർഡ് ആണെങ്കിൽ -127 തൊട്ട് +127 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതുപോലെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 കോംപ്ലിമെൻറ്റ്സ് റെപ്രസെൻറ്റേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റീജർ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഓർ റിയൽ നമ്പർ കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻറ്റീജർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട്. ഇതിനകത്തൊരു ഇൻറ്റീജർ പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിയൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ സ്പെഷ്യൽ നൊട്ടേഷൻ കോൾഡ് ദ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നൊട്ടേഷൻ. എനി നമ്പർ ഇൻ ദിസ് നൊട്ടേഷൻ കണ്ടെയ്ൻസ് 2 പാർട്ട് mantissa ആൻഡ് exponent. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നൊട്ടേഷനിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പാർട്സ് ആണ് വേണ്ടത്, mantissa ആൻഡ് exponent. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ് 25.45. അത് നമ്മൾ
0.2545 ഇൻറ്റു 10⁻². 0 പോയിൻ്റ് എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ അതിനെയാണ് 0.2545 ആ ഒരു നമ്പറിനെ മാൻറ്റിസ എന്നും ആ ഒരു പവറിനെ അതിനെ നമ്മൾ എക്സ്പൊണൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പൊണൻ്റ്. സിമിലർലി -0.0035 can be written as -0.35 ഇൻറ്റു 10⁻². അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോയിന്റ് നീക്കുന്നത്, കാരണം വി ജസ്റ്റ് നീഡ് 0 പോയിൻറ്റ് ഒരു നമ്പർ. സോ വി ആർ റൈറ്റിംഗ് -0.35 ഇൻറ്റു 10⁻². ഇവിടെ മാൻറ്റിസ എന്ന് പറയുന്നത് -0.35 ആണ് ആൻഡ് എക്സ്പൊണൻ്റ് ഇസ് -2. ആൻഡ് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമുക്ക് 32 ബിറ്റ്സ് ആണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. 32 ബിറ്റ്സിൽ ആദ്യത്തെ 24 ബിറ്റ്സ് 24 ബിറ്റ്സ് മാൻറ്റിസയും ബാക്കിയുള്ള 8 ബിറ്റ്സ് എക്സ്പൊണൻസിനുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 24 ബിറ്റ്സ് മാൻറ്റിസ ആണെങ്കിൽ അതിനകത്ത് തന്നെ ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ബിറ്റ് സൈനിന് വേണ്ടിയായിരിക്കും, ബാക്കിയുള്ള 23 ബിറ്റ്സ് മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയായിരിക്കും. അതേപോലെ തന്നെ എക്സ്പൊണൻസിൻ്റെ 8 ബിറ്റ്സിൽ ആദ്യത്തെ സൈന് പിന്നെ ബാക്കിയുള്ള 7 ബിറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ ടോട്ടലി 32 ബിറ്റ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൽ ഉണ്ടാവുക. അപ്പോൾ അത്രയാണ് നമ്മൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ ടോട്ടലായിട്ടുള്ള റെപ്രസെൻറ്റേഷനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ASCII, EBCDIC, ISCII, യൂണിക്കോഡ്. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് ASCIIയുടെ ഫുൾ ഫോം. 7 ബിറ്റ്സ് ടു റെപ്രസെൻറ്റ് ഈച്ച് ക്യാരക്ടർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. അപ്പോൾ 7 ക്യാരക്ടേഴ്സ് ആണ്, 7 ബിറ്റ്സ് ആണ് ഓരോ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡേറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ASCII യൂസ് ചെയ്യുന്നത്. ASCII കോഡ് ഓഫ് എ എന്ന് പറയുന്നത് 65 ആണ്. അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത് ഇൻ 7 ബിറ്റ്സ് ഇസ് 10000001. അങ്ങനെയായിരിക്കും നമ്മൾ എ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ 128 യുണീക്ക് കോമ്പിനേഷൻസ് ഓഫ് 7 ബിറ്റ്സ് ആണ് നമുക്ക് ASCIIയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ASCIIയിൽ വേറൊരു വേർഷൻ കൂടിയുണ്ട്, 7 ബിറ്റ് അല്ലാതെ 8 ബിറ്റ്സ് യൂസ് ചെയ്യുന്ന വേറൊരു വേർഷൻ ഉണ്ട്, ASCII 8. ഇതൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ASCII ആണ്. അതിനകത്ത് 256 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. 7 ബിറ്റ് ആയിരുന്നപ്പോൾ 128 മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. 8 ബിറ്റ് ആയപ്പോൾ 256 ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നായി. ഇനി അടുത്തത് EBCDIC ആണ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നാണ് നമ്മൾ EBCDICൻ്റെ ഫുൾ ഫോം പറയുന്നത്. ASCII പോലെ തന്നെ ഇറ്റ് ആൻ 8 ബിറ്റ് കോഡാണ്. കമ്പ്യൂട്ടേഴ്സ് മാനുഫാക്ചർഡ് ബൈ IBM, ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ, അവരാണ് ഏറ്റവും കൂടുതൽ EBCDIC എന്നുള്ള ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ടുള്ളത്. EBCDIC യൂസ് ചെയ്തിട്ട് നമുക്ക് 256 ക്യാരക്ടേഴ്സ് വരെ കമ്പ്യൂട്ടറിനകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ISCII സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇത് നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് യൂണിക്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. 8 ബിറ്റ് ഫോർ ഡേറ്റ റെപ്രസെൻറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ISCII യൂണിക്കോഡ് എന്നുള്ള ആ ഒരു കോഡായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Unicode using 8-bit ASCII, which we can represent only 256 characters. This cannot represent all the characters of written language of the world or other symbols. Unicode is developed to resolve this problem. നമുക്ക് കാണാം ASCIIയിലെല്ലാം 8-bit representation മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 256 ക്യാരക്ടേഴ്സ് മാക്സിമം ASCIIയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സിമ്പിൾസും അതുപോലെ തന്നെ എല്ലാ റിട്ടേൺ ലാംഗ്വേജസും ഒന്നും നമുക്ക് ASCIIയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ യൂണിക്കോഡ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരികയാണ്. യൂണിക്കോഡ് 16 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂണിക്കോഡിൽ നമുക്ക് സാധിക്കും. മോർ ദാൻ 16 ബിറ്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ യൂണിക്കോഡ്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
Unicode can represent data in almost all written languages of the world. Unicode എല്ലാ ലാംഗ്വേജസും ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. Multimedia data such as audio, image and video are stored in different types of files. നമ്മൾ ഫയൽസ് പലതരം ഫയൽസിലാണ് ഓഡിയോസും ഇമേജസും വീഡിയോസും എല്ലാം സേവ് ചെയ്യുന്നത്. ഇമേജ് നമ്മൾ JPEG, ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ള ഫയൽ ഫോർമാറ്റിൽ സേവ് ചെയ്യാറുണ്ട്. ദ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് അൺകംപ്രസ്ഡ് ഓർ കംപ്രസ്ഡ് ടു റെഡ്യൂസ് ഫയൽ സൈസ്. നമുക്ക് കംപ്രസ്ഡ് ആയിട്ടോ അൺകംപ്രസ്ഡ് ആയിട്ടോ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സേവ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ, ഇമേജസ് ആർ സ്റ്റോർഡ് ഇൻ വേരിയസ് ഫയൽ ഫോർമാറ്റ്. നമുക്ക് വേറെ കുറേ ഫയൽ ഫോർമാറ്റിലും ഇമേജസ് സേവ് ചെയ്യാൻ പറ്റും. ലൈക്ക് BMP, TIFF, GIF, PNG അതുപോലുള്ള കുറേ ഫയൽ ഫോംസിൽ നമുക്ക് ഇമേജസ് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഓഡിയോ ഡേറ്റ നമുക്ക് WAV, MP3, MIDI, AIFF എന്നുള്ള രീതിയിലുള്ള ഓഡിയോ ഫയൽസിലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓഡിയോ ഫയൽ ഡിസ്ക്രൈബ്സ് എ ഫോർമാറ്റ് സംടൈം റെഫേഴ്സ് ടു ആസ് കണ്ടെയ്നർ ഫോർമാറ്റ് ഫോർ സ്റ്റോറിങ് ഡിജിറ്റൽ ഓഡിയോ ഡേറ്റ. അപ്പോൾ അത്രയാണ് ഓഡിയോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇനി വീഡിയോ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽസ് സച്ച് ആസ് AVI, ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്. അങ്ങനെയുള്ളൊരു AVIയിൽ നമ്മൾ വീഡിയോ ഫയൽസ് സേവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ MP3, JPEG 2, WMV അതുപോലുള്ള ഫയൽസിലും നമ്മൾ വീഡിയോ സേവ് ചെയ്യാറുണ്ട്. അതാണ് നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, വീഡിയോ ആൻഡ് ഇമേജ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റിലേക്ക് കടക്കാം. Which is the MSB of representation of negativity in sign and magnitude method? Negativity സൈനിൽ നമ്മൾ എന്താണ് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുക? 1 എന്ന ബിറ്റാണ് നമ്മൾ നെഗറ്റിവിറ്റിയിൽ ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. Now write 28.756 in mantissa exponent form. Mantissa exponent formൽ 28.756 എഴുതുക. So we'll write 0.28756 into 10⁻². ഡെസിമൽ പോയിൻ്റ് നമ്മൾ 2 പ്ലേസ് ആണ് ലെഫ്റ്റിലേക്ക് നീക്കുന്നത്, അതുകൊണ്ട് തന്നെ 10⁻² ആണ് വരിക. Now ASCII stands for ASCIIൻ്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. നമ്മളത് മുമ്പ് തന്നെ പഠിച്ചിരുന്നു. Now represent -60 in 1's കോംപ്ലിമെൻറ്റ് ഫോം. അതാണ് നമ്മളിവിടെ നേരത്തെ പഠിച്ച കോംപ്ലിമെൻറ്റ് ഫോമിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫോർ -60. ഇനി define Unicode. Unicode is an information technology standard for consistent encoding, representation and handling of text expressed in most of the world's writing system. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് എനി 2 ഇമേജ് ഫയൽ ഫോർമാറ്റ്സ്, BMP, TIFF എക്സെട്ര. നിങ്ങൾക്ക് കുറേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 2 എണ്ണം നിങ്ങൾക്കിവിടെ എടുത്ത് എഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് സർ നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ സ്വയം ട്രൈ ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ ക്ലാസ്സിലും ഒക്കെ ഡിസ്കസ് ചെയ്തതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. So that's all for today. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.